ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കൊണ്ടാക്കിയിരിക്കുകയാണല്ലോ ബാലേന്ദ്രൻ. ആ സമയത്ത് ബാലേന്ദ്രൻ പറയുകയാണ്, എൻ്റെ കടമ കഴിഞ്ഞു, ഞാനിനി പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പോകാനുള്ള ശ്രമത്തിൽ. പക്ഷേ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം. അച്ഛാന്നും വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി ചെല്ലുകയാണ് അലീന. അപ്പോൾ അലീനയോട് ബാലേന്ദ്രൻ പറയണം, മോളെ ഇതാണ് ഇനി നിൻ്റെ വീട്. എൻ്റെ കടമയെല്ലാം കഴിഞ്ഞല്ലോ, എനിക്കിനി തിരിച്ചു പോകണ്ടേ, എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സ്റ്റാലിനും ആകെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ സ്റ്റാലിൻ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലേന്ദ്രൻ്റെ കൈകൾ പിടിച്ചിട്ട് പറയുകയാണ്, ശരിക്കുള്ള അച്ഛനും മകളും നിങ്ങൾ രണ്ടുപേരുമാണ്, ഞാനൊരു കെയർ ടേക്കർ മാത്രം, ഇതിനിടയിൽ ഒരു കെയർ ടേക്കർ മാത്രമാണെന്ന് പറയാം. നിങ്ങളെ പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അലീനയെ കാണാം, സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ചിരിക്കുകയാണ്. ചെന്നപ്പോഴേക്കും ഞാൻ ഏതായാലും ഇറങ്ങാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ ഇറങ്ങുമ്പോൾ അലീന പിന്നാലെ ഓടി ചെല്ലുകയാണ്. മോളെ ഡിക്കിന്ന് ബാഗുകളെല്ലാം എടുക്കണ്ടേ? എടുക്കണോ അച്ഛാ എന്ന് പറയുമ്പോൾ എല്ലാ ബാഗുകളെല്ലാം എടുത്ത് കൊടുക്കുക നമ്മുടെ അലീന ആയിരുന്നു കരയുകയാണ്. അങ്ങനെ അലീന ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ അച്ഛനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ പോവാണോ അച്ഛാ എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ അച്ഛൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലില്ല, ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കും. എന്താണെന്നറിയാവോ, ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ എല്ലാവരും എന്നോട് എൻ്റെ സഹതാപത്തോടെ നോക്കൂലേ, അവരെന്നോട് വിഷമത്തോടെ ചോദിക്കില്ലേ, കൊണ്ടേ ആക്കിയല്ലോ അല്ലേ, അലീന ചേച്ചിയെ കൊണ്ടേ ആക്കിയല്ലോ അച്ഛേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് മറുപടി പറയും? എൻ്റെ മനസ്സാകെ തകർന്നു പോകില്ല അലീന. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വാക്കുകളില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ തങ്ങയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അച്ഛാ എനിക്ക് ആകെ സങ്കടം തോന്നുന്നു അച്ഛാ, ഇനി എപ്പോഴാ നിങ്ങളെയൊക്കെ ഒന്ന് കാണുന്നത്? എപ്പോൾ വേണമെങ്കിലും കാണാലോ, ഇത് വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ലല്ലോ. പക്ഷേ മോൾക്ക് എന്തെങ്കിലും ഇവിടെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഉടനെ വിളിക്കണം. അച്ഛൻ ഉടനെ തന്നെ ഇവിടെ എത്തും മോളെ. എന്നിട്ട് മോൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അച്ഛനെ തിരിച്ചങ്ങോട്ട് മോളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് കേട്ട അലീനയാണെങ്കിൽ, ഇല്ല അച്ഛാ, അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അച്ഛനും ഒരു വിഷമം ഉണ്ടാക്കത്തുമില്ല. എവിടെയാണെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും അച്ഛാ. ഇത് കേട്ടപ്പോഴേക്കും ആ ഒരു കാര്യം എനിക്കറിയാം, നിനക്ക് ഏത് വിഷമഘട്ടത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമെന്ന്. അതുകൊണ്ടാണല്ലോ എൻ്റെ വീട്ടിൽ ഇത്രയും നാൾ മോള് പിടിച്ചു നിന്നത് എന്നൊക്കെ പറയാണ്. ഇനിയും വരും, അച്ഛൻ്റെ പൊന്നുമോളെ കാണാനായിട്ട് ഇനിയും വരും. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, എല്ലാം ഉപേക്ഷിച്ച് മോൾക്ക് അവിടെ നിന്ന് വരാനും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയുടെ കവള് പിടിച്ചിട്ട് ഭയങ്കര ഇങ്ങനെ കരയാണ്. പോട്ടെ മോളെ, അച്ഛൻ ഇനിയും വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കാറിലേക്ക് കയറുകയാണ്. ബാലേന്ദ്രൻ കാറിലേക്ക് കയറി ആ കാർ എടുത്തിട്ട് അലീന ഇരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ സ്റ്റാൻലി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ ആ ഒരു ജോലിക്കാരനും വരികയാണ്. അപ്പോൾ നമ്മുടെ അലീന നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ജോലിക്കാരോട് പറയണം, എടോ ബാഗൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, തനിക്ക് ഈ ബാഗൊക്കെ കൊണ്ട് റൂമിൽ നിന്ന് എടുത്ത് വെച്ചാൽ തന്നെ കുഴപ്പം, അലീനയ്ക്കുള്ള റൂം റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് മേംസ, അത് ഏത് റൂമാണ് റെഡിയാക്കേണ്ടത്? ഓ അത് ശരി, അപ്പോൾ അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം അല്ലേ? എടാ തന്നോടൊക്കെ ഇത് എത്ര പ്രാവശ്യം പറയണോടോ, ഈ ബാഗ് കൊണ്ടുപോടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി സാർ. അപ്പോഴേക്കും നമ്മൾ അലീന പറയാണ്, വേണ്ട, എൻ്റെ ബാഗ് ഞാൻ തന്നെ എടുത്തോളാം, ഇത് എടുക്കാൻ വലിയ ഭാരമൊന്നുമില്ലല്ലോ, എനിക്കിത് എടുക്കുന്നത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ നമ്മുടെ സ്റ്റാൻലി അലീനോട് പറയാണ്, അതൊന്നും സാരമില്ല, അതവിടെ വെച്ചോളൂ, ഇയാളെടുത്തുകൊണ്ട് പൊയ്ക്കോളും എന്നൊക്കെ പറയാം. താൻ എന്താണ് നോക്കി നിൽക്കുക, എടുത്തുകൊണ്ട് പോടോ മേംസാം, ആ ബാഗ് ഇങ്ങോട്ട് തന്നേക്കും മേംസാം, ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. അപ്പോൾ ഇത് കേട്ട് അലീന ഞെട്ടിപ്പോവാണ്. അയ്യോ എന്നെ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ പേര് വിളിച്ചാൽ മതി, എൻ്റെ പേര് അലീന, അലീന എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാം. ഈ ബാഗ് ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം, സാരമില്ല, ഈ ബാഗ് എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, എനിക്കതിൽ വിഷമമൊന്നുമില്ല, എത്രയോ വിഷമഘട്ടങ്ങളൊക്കെ ഞാൻ കടന്നു പോയിട്ടുള്ളതാ, അതുകൊണ്ട് ഈ ബാഗ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ഭാരം തോന്നുന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ ബാഗ് ചുമന്നുകൊണ്ട് പോവുകയാണ്. എടോ തന്നോടൊക്കെ ഒരു കാര്യം എപ്പോഴെപ്പോഴും പറയണോ അല്ലേ, താൻ എപ്പോഴാണ് നന്നാകാനായിട്ട് പോകുന്നത്? ഉടനെ നന്നാവാം സാർ, ഉടനെ നന്നാവാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ കയറിപ്പോയി ഈ അലീന
അലീനയ്ക്ക് ആ റൂം ഇങ്ങനെ കാണിച്ചു. അപ്പോൾ റൂം തുറക്കാണ്. റൂം തുറന്ന് ഇതാണ് റൂം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോഴേക്കും അലീന ഞെട്ടിപ്പോയി. കാരണം അത് റൂമാണ് അല്ലെങ്കിൽ ഹാളാണെന്ന് പോലെ നിശ്ചയിച്ചു പോയി. ഭയങ്കര വലിയ റൂമും ആഡംബര റൂമാണ് നമ്മുടെ അലീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അലീന ഒരു നിമിഷം സ്തംഭിച്ചു പോവുകയാണ്. അപ്പോൾ എന്താ ഈ റൂം പോരെ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറയണം, അയ്യോ എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ട, ഒരു ചെറിയ റൂം മതി, ഈ ബാഗ് വെക്കാൻ ഒരു അലമാരിയും അത്രയും മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ഇതിനേക്കാളും വലിയ റൂമുകളാണ് ഇനി ബാക്കിയുള്ളതെല്ലാം, അതുകൊണ്ട് ദേ ബാഗൊക്കെ വെക്കാൻ ഇവിടെ അലമാരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലമാരിയൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് 2 പട്ടികൾ ഓടിപ്പാഞ്ഞു വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊഞ്ചുകുഴഞ്ഞ രീതിയിലാണ് നമ്മുടെ ഈ പട്ടികൾ അങ്ങനെ നിൽക്കുന്നത്. ഇതിനിപ്പോൾ അലീനയ്ക്ക് നായ്ക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നായ്ക്കളെ ഒന്ന് തലോടുകയാണ്. തലോടി കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, ഇവരെവിടെയാണ് കിടന്നുറങ്ങുന്നത്, അതിനടുത്തുള്ള റൂം എനിക്ക് കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴാണ് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാൻലി അങ്ങോട്ട് വന്നിട്ട്, ജെറി, സാം, ദേ ഈ റൂമിലേക്ക് കയറി പോകരുത് കേട്ടല്ലോ, ഗോ ടു ഇൻസൈഡ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ ഈ പട്ടികൾ അത് കേട്ട ഉടനെ തന്നെ ഓടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീന അതിശയത്തോട് കൂടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ ഈ സ്റ്റാലി നേരെ റൂമിലേക്ക് കയറിയിട്ട്, അലീന ഇതാണ് ഇനി മുതൽ നിൻ്റെ റൂം, ഇവിടെ നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം, എല്ലാ കാര്യങ്ങളും. പിന്നെ എടോ ഇവിടെ ഒരു TV വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം അലീനയോട് ചോദിച്ചിട്ട് എഴുതിയെടുക്കണം, അതൊക്കെ നമുക്ക് പോയി മേടിക്കാം. ഇതൊക്കെ കിട്ടുമ്പോഴേക്കും വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണ്ടേ? അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വേണ്ടേ? ആ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് പോകാം. ഏത് സ്ഥലത്ത് പോകണം? തിരുവനന്തപുരത്ത് പോകണോ അല്ലെങ്കിൽ കോട്ടയത്ത് പോകണം? അങ്ങനെ പല സ്ഥലങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെ വേണമെങ്കിലും പോകാം, അലീന ലിസ്റ്റ് തന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ സ്റ്റാലിൻ്റെ മകളാണല്ലോ, അപ്പോൾ റിട്ടയർഡ് സ്റ്റാൻലി ദാസിൻ്റെ മകൾ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണ്ട നമുക്ക് കഴിയാനായിട്ട്, നല്ല അടിപൊളിയായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന പറയാണ്, ഞാനേ ഈ പിന്നിപ്പോയ ഡ്രസ്സുകളെല്ലാം തുന്നി തയ്ച്ചിട്ടിട്ടുണ്ട്, പല പ്രാവശ്യം ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ദൈവമേ പുതിയതൊന്ന് കിട്ടിയതെങ്കില്ല ഒന്ന്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ആരും മേടിച്ചു തരാൻ അല്ലേ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ എനിക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ഉള്ളത് മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിൻ്റെ കണ്ണ് നിറയാം. അപ്പോൾ സ്റ്റാലിൻ പറയാണ്, സോറി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയും അന്തിച്ച് നിൽക്കുക, ഇത്രയും വലിയൊരു മനുഷ്യൻ തന്നോട് സോറി പറയുന്നു എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, എനിക്കറിയില്ലായിരുന്നല്ലോ എൻ്റെ മോള്, ഇങ്ങനൊരു മോൾ എനിക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, എൻ്റെ മോള് വളരെയേറെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൈവിട്ട് കളയുമായിരുന്നോ എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ ആ ഒരു സാഹചര്യത്തോടു കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്, വെറുതെ എന്തിനാ പൈസ കളഞ്ഞ് ഇത്രയും വില പിടിപ്പിക്കുള്ള ഡ്രസ്സൊക്കെ മേടിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതാ പറഞ്ഞത്, അലീനയ്ക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം, എന്നോട് ചോദിക്കാം, അതിനൊരു മടിയും കാണിക്കാനായിട്ട് നിൽക്കരുത്, എന്ത് വേണമെങ്കിലും ഏത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്നൊക്കെ അവിടെ അലീനയോട് പറയാണ്. അങ്ങനെ അലീന ആ റൂമും ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാലി പറയാണ്, അതെ അലീനയ്ക്ക് നമ്മുടെ വീടും പരിസരവും കിച്ചണും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കണം, എല്ലാം നടന്ന് കാണിച്ചു കൊടുക്കണം. കേട്ടല്ലോ തന്നോട് പറഞ്ഞത്? ശരി സാർ, ഞാൻ കാണിച്ചു കൊടുത്തോളാം, കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അലീന ഈ റൂമൊക്കെ കണ്ട് ആകെ അമ്പരന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ സങ്കടം കൊണ്ട് ഒരു രക്ഷയില്ല. ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് പൊട്ടി ഇങ്ങനെ കരയുക. അതിനുശേഷം വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ മനുവിൻ്റെ കോള് വരുന്നത്. അപ്പോൾ എന്താണ് മനു എന്ന് ചോദിച്ചപ്പോഴേക്കും, അങ്കിള് ഇപ്പം എവിടെയാണ്? ഞാൻ കുളത്തൂപ്പുഴ. അവിടെ നിന്ന് ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇല്ല, പുറപ്പെട്ടില്ല, ഞാനിവിടെ തങ്ങിയിട്ട് ഇനി നാളെ വരുള്ളൂ. അതെന്ത് പറ്റി അങ്കിളെ? അതങ്ങനെയാ, അലീനയെ കൊണ്ട് വിട്ടോ? അലീനയെ കൊണ്ട് വിട്ടു. നീ ഇപ്പം എവിടെയാ മനു? ഞാനിവിടെ കളപ്പുരയ്ക്കലുണ്ട്. അവിടെ എത്തിയോ? എന്താ മനു എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഞാൻ ആൻറ്റിയെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി വന്ന. ആൻറ്റിയോ? ഏത് ആൻറ്റി? അത് പിന്നെ വൈജി ആൻറ്റിയെ. വൈജിയെ കൊണ്ടുവന്ന് വിടാനോ? അവളപ്പോൾ അവിടെ എത്തിയല്ലേ? ഇവിടെ എത്തുകയും ചെയ്ത് അലീന പോയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആളവിടെ സ്ഥാനം കയറി പറ്റി, റൂമെല്ലാം കൈക്കലാക്കി. എന്നിട്ട് ഓരോ ജാട വർത്തമാനങ്ങളും പറയുന്നുണ്ട്. പറയട്ടെടാ, അവൾ എത്ര അഹങ്കരിക്കാനായിട്ട് പോകുന്നിനി?
അവളിനി എൻ്റെ മുന്നിൽ അഹങ്കരിക്കാൻ പോകുന്നില്ല, അവളെ ഞാൻ കെട്ടടപ്പിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ല അതൊക്കെ ഇരിക്കട്ടെ അങ്ങളെ, എന്തായി അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം? അലീനയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ? അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അലീന പിന്നെ ഏതും സാഹചര്യത്തോടും ഒത്തുപോകുന്നൊരു പെൺകുട്ടിയാണല്ലോടാ മനുവേ, അതുകൊണ്ട് അലീന അവിടെ നിൽക്കും. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവിടെ പിടിച്ചു നിൽക്കും. പിന്നെ അവിടെ അലീനയുടെ കൂടെ ആ സ്റ്റാലിനും അവിടുത്തെ കുറേ ജോലിക്കാരും മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ അലീനയ്ക്ക് അവിടെ നിൽക്കാൻ പേടിയൊന്നുമില്ലേ? പേടിയോ? സ്വന്തം അച്ഛൻ്റെ ഒപ്പം നിൽക്കാൻ എന്തിനാണ് മനുവേ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാലും അങ്ങളെ ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയെ അവിടെ കൊണ്ടുവന്നാക്കിയതിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. അവള് ഭയങ്കരമായിട്ട് എനിക്ക് മിസ്സാകുന്നടാ. ഇനി അവളില്ലാത്ത വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. വൈജ എത്രത്തോളം അഹങ്കാരം കാണിക്കോ ഇല്ലെന്നൊക്കെ എനിക്കൊന്നും അറിയണമല്ലോ. അതറിഞ്ഞാലേ എനിക്കും പെരുമാറാനായിട്ട് പോകുന്നുള്ളൂ. ഏതായാലും ഇത് കെട്ടടങ്ങി. പക്ഷേ മറ്റൊന്ന് കെട്ടടങ്ങാനുണ്ട്. ഇനി വൈജ ശരിക്കും വെള്ളം കുടിക്കോടെ മനു എന്നൊക്കെ പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.